എല്ലാം നല്ലതാണ്, എല്ലാം ഒരു ലിമിറ്റിൽ ചെയ്താൽ എല്ലാം നല്ലതാണ്. 12 വർഷമായിട്ട് UK-ൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തതാണ് NHS-ന് വേണ്ടിയിട്ട്. പുള്ളിക്കാരിയുടെ 2 മക്കളും കുറേ ആൾക്കാർ ഇതിലെ കൂടെ കടന്നു പോകുന്നുണ്ട്. ഈ കടന്നു പോയവർക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലായതുകൊണ്ട് അവർ തിരിച്ചു പോകുന്നു. ഹായ് ഫ്രണ്ട്സ്, അബി സുഖയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യമാണ് ILR കിട്ടിയവരുടെ വരെ റിവോക്ക് ചെയ്തിട്ട് അതെടുത്ത് കളയുന്നു എന്നുള്ള റിഫോം പാർട്ടിയുടെ ഒരു അനൗൺസ്മെൻറ്റ്. അവർ അധികാരത്തിൽ കയറുവാണെങ്കിൽ അടുത്ത ഇലക്ഷനിൽ റിഫോം പാർട്ടി ജയിക്കുവാണെങ്കിൽ ഓൾറെഡി ഇവരെ PR കിട്ടിയവരെയും ഇനിയും കിട്ടാനുള്ളവർക്കും അത് ഒരിക്കലും സാധ്യമാവാത്ത രീതിയിൽ അവരത് ഭയങ്കര കർശനമാക്കും. ആരെയും തന്നെ ഇനി UK-യിൽ ഒരു ഇമിഗ്രൻ്റ് എന്നുള്ള കാറ്റഗറിയിലുള്ളവരെ എല്ലാ രീതിയിലും നെഗറ്റീവ്ലി അവരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കാവോ അതെല്ലാം ചെയ്യും എന്നൊക്കെയാണ് അവരുടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ എല്ലാം അപ്ഡേറ്റ് വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരു ചേട്ടൻ നമ്മൾ റെസ്പെക്ട്ഫുള്ളി ആ പുള്ളിയുടെ കമൻറ്റ് നമ്മൾ മനസ്സിലാക്കി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ കമൻറ്റിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കുന്നു, അതിനെ അനുശോചിച്ചുകൊണ്ട് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കുറേ പ്രക്ഷോഭങ്ങളൊക്കെ നമ്മുടെ UK-യിൽ നടക്കുന്നുണ്ട്. ഇപ്പോഴും കറൻ്റ്ലിയും പല സിറ്റി സെൻറ്ററിലും പല മാളിൻ്റെ നടുക്കുമൊക്കെ ഇവരെ സപ്പോർട്ട്, അതായത് ഫലസ്തീൻ ജനതേനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കുറേ ഫ്ലാഗും കുറേ മുദ്രാവാക്യം വിളിയും കുറേ പ്രൊട്ടസ്റ്റും ഒക്കെ നടക്കുന്നുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ പലസ്തീനിലെ കുട്ടികളുടെ എല്ലാ കാര്യവും നമുക്കറിയാം, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ നമുക്കറിയാം. എന്നിരുന്നാൽ പോലും ഇത് വേറൊരു രാജ്യത്ത് ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരെ വളരെ മോശമായ രീതിയിൽ പ്രൊട്ടസ്റ്റ് ഒക്കെ നടത്തി അവരുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രൊട്ടസ്റ്റ് നടക്കുന്ന ഒരു ജനസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാണ് ആ കമൻറ്റ്. അപ്പം ആ കമൻറ്റിൻ്റെ ഇതും ഇപ്പോഴത്തെ നമ്മുടെ UK-യുടെ അവസ്ഥയും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തുകൊണ്ടാണ് UK-യിലെ ബ്രിട്ടീഷുകാർക്ക് അതായത് ഇമിഗ്രൻ്റ് ആയിട്ട് വരുന്ന കമ്മ്യൂണിറ്റിയോട് ഇത്രയധികം വിദ്വേഷം വരാനുള്ള കാരണത്തിൻ്റെ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴത്തെ തലമുറയാണെന്നാണ് കുറേ പേര് പറയുന്നത്. അതിനോട് ഒരു 80 to 85% നമുക്ക് യോജിക്കാതെ നിവർത്തിയില്ല. കാര്യമെന്ന് വെച്ചാൽ ഞാൻ വന്ന ടൈമിൽ ഉൾപ്പെടെ ഇപ്പം ഞാനാണെങ്കിലും ഒരു പുതിയ തലമുറ എന്ന് വെച്ചാൽ UK-യിലോട്ട് വന്ന ന്യൂ ഇമിഗ്രൻസിൻ്റെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് ഞാനും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ തന്നെയും ഇപ്പം വന്ന ഒരു ജനതയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ നാടിനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സിനിമ സെലിബ്രിറ്റികളെ സ്നേഹിക്കേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇവിടെ വേറൊരു രാജ്യത്ത് വന്നിട്ട് നമ്മൾ കാട്ടിക്കൂട്ടുന്ന ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇന്ത്യ ക്രിക്കറ്റ് ജയിച്ചു, അപ്പം അതിൻ്റേതായ രീതിയിൽ ഫ്ലാഗ് കൊണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടായ ബസ്സിലൊക്കെ കൊണ്ട് ഒട്ടിക്കുന്നു. ബസ് വരുന്ന റൂട്ടിൽ ഭയങ്കര ബഹളവും ഭയങ്കര പടക്കം പൊട്ടിയിട്ടും പ്രൊട്ടസ്റ്റും എന്ന് വെച്ചാൽ ആഘോഷങ്ങളും ഒക്കെ നടത്തുന്നു. എല്ലാം നല്ലതാണ്, എല്ലാം ഒരു ലിമിറ്റിൽ ചെയ്താൽ എല്ലാം നല്ലതാണ്. പണ്ടത്തെ കാലത്തെ ഇമിഗ്രൻസ് വന്ന ടൈമിൽ അവരുടെ കാര്യം നോക്കി ആഘോഷിക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് ആഘോഷിച്ച് അവരുടെ കാര്യം നോക്കി അവരുടെ ജീവിതം നോക്കി അവരുടെ ജോലി നോക്കി നടന്നിരുന്നതുകൊണ്ട് അവരെ പറ്റിയിട്ട് എപ്പോഴും ആർക്കും യാതൊരു പരാതിയുമില്ല. ഈ ഒരു ഞാൻ പറയുവാണെങ്കിൽ ഒരു 2015 ശേഷം വന്നിട്ടുള്ള തലമുറ, പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ 2018, 19 ആ ടൈമിൽ വന്നവർ മുതലാണ് UK ആവട്ടെ പല രാജ്യങ്ങളിലാവട്ടെ ഏറ്റവും കൂടുതൽ മൈഗ്രൻസിനെതിരെയുള്ള വംശീയ വിദ്വേഷങ്ങൾ ഈ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ അവിടുത്തെ തനതായ അവരുടെ കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്ക് നമ്മളെപ്പോലുള്ളവരൊന്നും താല്പര്യം ഇല്ലാതെ വരുന്നതുകൊണ്ടുള്ള ഏറ്റവും മെയിൻ റീസൺ അതാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പം പറയേണ്ട വേറൊരു കാര്യമെന്ന് വെച്ചാൽ പബ്ലിക് സ്പേസുകളിൽ കിടന്ന് നമ്മൾ കാട്ടിക്കൂട്ടുന്നത് പല രീതിയിലും ഇവർ സഹിച്ച് അങ്ങറ്റം പറ്റിക്കഴിഞ്ഞപ്പോഴാണ് പല രാജ്യങ്ങളും പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച ലണ്ടനിൽ വെച്ച് വലിയൊരു പ്രൊട്ടസ്റ്റാണ് കുറേ ബ്രിട്ടീഷുകാർ എല്ലാവരും കൂടെ ചേർന്ന്, അതായത് മൈഗ്രൻസിനെ ഇനി ഇവർ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞൊരു പ്രൊട്ടസ്റ്റ് നടത്തിയത് നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമുക്കറിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇലോൺ മസ്കും അതൊരു നടത്താനായിട്ട് ഓർഗനൈസ് ചെയ്തവരുടെ കൂട്ടത്തിൽ ഉണ്ടെന്നൊക്കെയാണ് ഞാൻ ന്യൂസിൽ കണ്ട ഒരു കാര്യം. ആ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയതും സത്യം പറഞ്ഞാൽ മൈഗ്രൻസിനെതിരെയാണ്. ഇവര് ലീഗലാണോ ഇല്ലീഗലാണോ എന്നൊന്നും അവര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അവരുടെ കൺമുന്നിൽ അവരല്ലാത്ത വൈറ്റ് കളർ അല്ലാത്ത അല്ലെങ്കിൽ അവരെ പോലെ അവരുടെ രാജ്യത്ത് ഉള്ളവരല്ലാത്ത അവരുടെ ആൻസസ്ട്രി ബന്ധം ഇല്ലാത്ത എല്ലാവരും, പ്രത്യേകിച്ച് ബ്രൗൺ കളേർഡ് സ്കിന്ന്, അപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അതുപോലെ ചൈന, ജപ്പാൻ, നമ്മളൊക്കെ
ഈ ബ്രിട്ടീഷുകാരെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ കണ്ടാൽ നല്ലപോലെ തിരിച്ചറിയാൻ പറ്റും. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെപ്പോലുള്ളവരാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ കൊള്ളരുതായ്മ കാണിക്കുന്നതും. ഇപ്പൊ പ്രത്യേകിച്ചും കുറച്ച് നാളുകളായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 2015 ശേഷം ഇവിടെ നടത്തി കൂട്ടുന്ന എല്ലാ വൃത്തികേടുകളും മൈഗ്രൻസ് കാരണമാണ് വന്നതെന്നും പറഞ്ഞാണ് ഇവർ ഈ പ്രക്ഷോഭം നടത്തിയത്. അപ്പൊ ഈ പ്രക്ഷോഭത്തിന്റെ ബാക്കിയായിട്ട് ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസമായിട്ട് UK ആവട്ടെ, അതുപോലെ തന്നെ അയർലൻഡ്, അങ്ങനെ പല സ്ഥലങ്ങളിലും ഏറ്റവും കൂടുതൽ പ്രതിഷേധം നടക്കുന്നത് മൈഗ്രൻസിനെതിരെയാണ്. ഇപ്പം ഈ 1 in 1 out സിസ്റ്റം ഒക്കെ വന്നു അല്ലെങ്കിൽ വരുന്നു എന്നൊക്കെ പറയുന്നതും ഇല്ലീഗൽ മൈഗ്രൻസിനെതിരെയാണ്. ഓക്കെ, ഇല്ലീഗലായിട്ട് വരുന്നത് നിയമപരമല്ല, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ നമ്മളെന്നൊക്കെ പറയുമ്പോൾ കാര്യം നമ്മൾ ലീഗലായിട്ടാണ് വന്നിരുന്നത്, നമുക്ക് കുറച്ചുകൂടെ പരിഗണന വേണം എല്ലാം പറയുന്ന കൂട്ടത്തിലും ഞാൻ കഴിഞ്ഞ ദിവസം ആ ചേട്ടൻ പറഞ്ഞ കമന്റ് ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടുന്നു. നമ്മളായിട്ട് ഇവിടെ കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മ കാരണം കൊണ്ട് തന്നെയാണ് ഇവിടുത്തുകാർക്ക് നമ്മളോടുള്ളൊരു ഇംപ്രഷൻ മാറിയതും. വെളിയിലൊക്കെ ആണെങ്കിലും നമ്മളെ കാണുമ്പോൾ കുറച്ചുകൂടെ നമ്മളോട് വലിയ കാര്യമായിട്ട് സംസാരിച്ചിരുന്നവരൊക്കെ ഇപ്പം നമ്മളെ കാണുമ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതും എല്ലാം ഈ ഒരു കാരണം കൊണ്ടാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു ന്യൂസ് കണ്ടതാണ്. ഇംഗ്ലണ്ടിൽ തന്നെയുള്ള ഏതൊരു സ്ഥലം, കറക്റ്റ് സ്ഥലത്തിന്റെ പേര് ഓർക്കുന്നില്ല, ഹാലിഫാക്സ് ആയിരുന്നു തോന്നുന്നു. അവിടെ ഒരു ചൈനീസ് വംശജ എങ്ങാണ്ടും, അതായത് ഒരു മൈഗ്രൻ്റ് ആയിട്ടുള്ള ഒരു നേഴ്സ്, NHS നേഴ്സാണ്. പുള്ളിക്കാരിയുടെ 2 മക്കളും കൂടെ ഇതുപോലെ വാക്കിങ്ങിനോ എന്തോ പാർക്കിലായിട്ട് ഇറങ്ങിയതാണ്. അവിടെ വെച്ചിട്ട് പുള്ളിക്കാരിക്കെതിരെ ഭയങ്കര റേസിസം അനുഭവം ഉണ്ടാവുകയും, അതായത് 2 പ്രായമായിട്ടുള്ള ബ്രിട്ടീഷ് ആൾക്കാർ, കപ്പിളാണ്, പുള്ളിക്കാരനെ വന്നിട്ട് ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയും ഉപദ്രവിക്കുകയും പിച്ചയും ഞുള്ളുമൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്കാണെങ്കിലും സങ്കടം വരും. പുള്ളിക്കാരി ആ വീഡിയോ അത് പകർത്തി. ഓക്കെ, അപ്പോൾ പിച്ചയും ഞുള്ളുമൊക്കെ ചെയ്തു, പുള്ളിക്കാരനെ തള്ളുന്നു. പിന്നെ എന്താണ്, വെള്ളമാണെന്ന് തോന്നുന്നു, ഒരു കപ്പ് പോലത്തെ ഒരു സാധനത്തിൽ വെള്ളം പോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് മുഖത്തോട്ട് ഒഴിക്കുന്നു. ഗോ ബാക്ക് ടു യുവർ ഓൺ കൺട്രി, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു പ്രശ്നം ഞാൻ കണ്ടിരുന്നു. പിറ്റേ ദിവസം സ്കൈ ന്യൂസിലാണെന്ന് തോന്നുന്നു ഞാൻ കണ്ടതാണ് പുള്ളിക്കാരി ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഈ റേസിസം അനുഭവിച്ച പുള്ളിക്കാരി പോസ്റ്റ് ഇട്ടേക്കുന്നു. 12 വർഷമായിട്ട് UK നേഴ്സായിട്ട് വർക്ക് ചെയ്തതാണ്, NHSന് വേണ്ടിയിട്ട് UK വർക്ക് ചെയ്തതാണ് പുള്ളിക്കാരിയുടെ 2 മക്കളും ഭർത്താവും ഉണ്ടെന്ന് തോന്നുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിന് ശേഷം പുള്ളിക്കാരിക്ക് മെൻ്റൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ട് ഞാൻ 12 വർഷത്തെ എൻ്റെ സേവനം ഞാനിവിടെ റിസഗ്നേഷൻ കൊടുത്തിട്ട് ഞാൻ തിരിച്ചെൻ്റെ നാട്ടിലോട്ട് പോവാണ്. ഇതിൽ കൂടുതൽ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കുറച്ച് നാളുകളായിട്ട് കേൾവിയേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കായിട്ടൊരു അനുഭവം വന്നപ്പോൾ എനിക്കിനി അത് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞു റെസിഗ്നേഷനും കൊടുത്ത് ലിങ്ക്ഡിനിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരു പോസ്റ്റും ഇട്ട് പുള്ളിക്കാരി ഇവിടുന്ന് സ്വന്തം നാട്ടിലോട്ട് തിരിച്ചു പോയി. അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നവരും സേഫായിട്ട് പൊക്കോണ്ടിരുന്നവരും ഈ ഒരു കുറച്ച് നാളുകൾ കൊണ്ട് UKനെ വെറുത്ത് തിരിച്ചു പോകാനൊരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണിച്ചു കൂട്ടിയ, അല്ലെങ്കിൽ പുതിയ തലമുറ കാണിച്ചു കൂട്ടിയ കുറേ കാര്യങ്ങളും അതിനൊരു കാരണം തന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ താല്പര്യമില്ലാത്ത കുറേ പേരുണ്ടെന്ന് പറഞ്ഞാൽ പോലും മൈഗ്രൻസ് കാരണമാണ് അവരുടെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു UK എന്ന് പറയുന്ന ഒരു രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നതെന്ന് പറയുന്ന കുറേ ആൾക്കാരും ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇതിനെപ്പറ്റി സംസാരിച്ച ടൈമിൽ ഒരു പുള്ളി, അത്യാവശ്യം പ്രായമുള്ള ഒരു പുള്ളി സംസാരിച്ചതെന്ന് വെച്ചാൽ, പുള്ളീനെ ഓപ്പൺ സർജറി ചെയ്തത് ഒരു ഇന്ത്യനാണ്, പിന്നെന്താണ് അനസ്തേഷ്യ എന്നത് ഒരു പാകിസ്ഥാനിയാണ്, പിന്നെ അതുപോലത്തെ കുറേ കാര്യങ്ങൾ. അപ്പം കുറേ റീൽസിലാണേലും പല കാര്യങ്ങളിലാണേലും ഇംഗ്ലീഷുകാർ ബോധവൽക്കരണം അവരുടെ കമ്മ്യൂണിറ്റീനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് പെട്ടെന്നൊരു ദിവസം ഇമിഗ്രൻസിനെ UKന്ന് ഇവർ എടുത്തു കളയുവാണെങ്കിൽ പിറ്റേ ദിവസം മുതലുള്ള അവരുടെ അവസ്ഥ ഇതായിരിക്കും. അതായത് എന്താണ്, ഊബർ ഈറ്റ്സ് ഓടിക്കാൻ ആളില്ല, ഊബർ കാർസ് ഓടിക്കാൻ ആളില്ല, അതുപോലെ തന്നെ സ്റ്റാഫ് ഹോസ്പിറ്റൽസ് എല്ലാം empty ആയിരിക്കും, വർക്ക് ചെയ്യാൻ ആൾക്കാരില്ല, അഡ്മിനിസ്ട്രേഷൻ ഏരിയ ഫുള്ള് തകരും, IT സെക്ടർ എല്ലാം നിശ്ചലമാകും എന്ന് തന്നെയാണ് UK-കാർക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന ആ മിസ്റ്റേക്കുകൾ കാരണം ഇവർക്ക് വന്നിരിക്കുന്ന ദുരനുഭവം ഉള്ളതുകൊണ്ടാണ് ചെറിയൊരു പ്രതിഷേധം പയ്യെ ആളിക്കത്തി ഇതിപ്പോൾ ഒരു വലിയൊരു തീയായിട്ട് മാറിയത്. ഓക്കെ, ഇപ്പൊ പല സ്ഥലത്തും പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ റേസിസം അനുഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം നേഴ്സിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ കുറേ ആൾക്കാർ ഇതിലെ കൂടെ കടന്നു പോകുന്നുണ്ട്. ഈ കടന്നു പോയവർക്ക് അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലായതുകൊണ്ട് അവർ തിരിച്ചു പോകുന്നു. നമ്മൾ പറയുമ്പോൾ ഞാൻ ഉൾപ്പെടെ നമ്മൾ ഈ വീഡിയോയുടെ ഫ്രണ്ടിൽ ഇരുന്ന് നമ്മുടെ വീടിൻ്റെ അകത്തിരുന്നുള്ള ഒരു സംസാരം മാത്രമാണ്.
ഒരു ദിവസം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങി നമുക്കെതിരെ ഒരു റേസിസം അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു രീതിയിൽ ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യുവോ അല്ലെങ്കിൽ അതുപോലെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടായി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇത് എത്രത്തോളം രൂക്ഷമായിട്ടുള്ളൊരു ഒരു പ്രശ്നമാണെന്നുള്ളത്. അപ്പം ഈ ഒരു അവസാന ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇനിയെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കുക. അതായത് വെല്ലോറെ രാജ്യത്ത് വന്നിട്ട് നമ്മുടെ കൾച്ചർ അവരെ പഠിപ്പിച്ച് അവരെ നമ്മളെ രീതിയിലാക്കാനോ പറയുമ്പോൾ ചിലവർ അത് വിചാരിക്കും. ഞാൻ ചെയ്യുന്ന പല വീഡിയോസിൻ്റെ അടിയിലും വന്നിട്ട് മലയാളികളായിരിക്കാം, മലയാളത്തിനാണ് കമൻറ്റ് ഇടുന്നത്. പാകിസ്ഥാനി മതി പച്ചകൾ, മലയാളത്തിൽ സംസാരിക്കുന്ന പച്ചകളെ എനിക്ക് താല്പര്യമില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ ഒതുങ്ങി നിൽക്കുവാണെങ്കിൽ നമ്മുടെ വിശ്വാസം മറ്റുള്ള ഒരാളിൽ ഇമ്പോസ് ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാണ്ടിരിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ സേഫാണ്. ഇപ്പം ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇന്ത്യനെ ഭയങ്കര സ്നേഹമാണ് എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ എല്ലാ കാര്യവും ഞാൻ ഇവിടെ ചെയ്യണം, അല്ലെങ്കിൽ ഈ UK-ക്കാരെ ഇന്ത്യ കാണിച്ചു കൊടുക്കുന്നത് എന്നിലൂടെ ആയിരിക്കണം, അങ്ങനെയൊന്നും വിചാരിക്കാതെ. അപ്പോൾ പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ആഘോഷങ്ങളൊക്കെ നല്ലതാണ്. വെല്ലോരുടെ രാജ്യത്താണ് വന്ന് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധത്തോടു കൂടി അവനവൻ്റെ സ്പേസിൽ പ്രൈവറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് ലിമിറ്റഡ് ആയിട്ട് ജീവിക്കുക. വെല്ലോർക്കും അവരെ കുത്തി ഇളക്കാനോ ഒന്നും പോവാണ്ട് നമ്മുടേതായ രീതി ജീവിച്ചാൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റും. ഇത്രയും വർഷമായിട്ടും ഇവിടെ ജീവിച്ചവർക്ക് വലിയ കുഴപ്പമില്ലാണ്ട് ജീവിക്കാൻ പറ്റിയെങ്കിൽ അത് അവരുടേതായ ലിമിറ്റേഷൻസ് മനസ്സിലാക്കി ജീവിച്ചതുകൊണ്ട് തന്നെയാണ്. സേഫായിട്ടിരിക്കുക. വീണ്ടും ഒരു അപ്ഡേറ്റുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ വീമ സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.